പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, റമദാൻ കഴിഞ്ഞു, നാം എന്തു നേടി എന്ന വിഷയത്തിൽ അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റമദാൻ വിട പറയുമ്പോൾ നാം കേവലം വിശപ്പും ദാഹവും സഹിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ആത്മീയമായും സ്വഭാവപരമായും പല മാറ്റങ്ങൾ നേടിയെടുക്കാനാണ് ഈ മാസം നമ്മെ പഠിപ്പിച്ചത്. റമദാന്റെ പ്രധാന ലക്ഷ്യം തന്നെ മനുഷ്യരിൽ തഖ്വ അഥവാ സൂക്ഷ്മത വളർത്തുക എന്നതാണ്. അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടെ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനും നന്മകൾ ചെയ്യുന്നതിനുമുള്ള ആ ഒരു മനസ്സ് റമദാനോടെ നാം നേടിയെടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറ ബഖറയിലെ 183-ാം വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഹേ വിശ്വസിച്ചവരെ, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നോൽക്കൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നതിന് വേണ്ടി. രണ്ടാമതായി ആത്മനിയന്ത്രണമാണ് നാം ശീലിക്കേണ്ടത്. അനുവദിക്കപ്പെട്ട ഭക്ഷണവും പാനീയവും ഒഴിവാക്കുന്നതിലൂടെ നമ്മുടെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കാൻ നാം ശീലിച്ചു. ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അച്ചടക്കം പാലിക്കാൻ നാം സഹായിക്കുന്നു. അതുപോലെ തന്നെ വിശപ്പിന്റെ വില എന്താണെന്ന് നാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞു. ഇത് സമൂഹത്തിലെ പാവപ്പെട്ടവരോടും കഷ്ടപ്പെടുന്നവരോടുമുള്ള സ്നേഹവും അവരെ സഹായിക്കുന്നതിനുള്ള താല്പര്യവും നമ്മൾ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിനും രാത്രികാലങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും പ്രാർത്ഥനകളിൽ മുഴുകുന്നതിനും നാം 1 മാസക്കാലം മുഴുവനും നാം പരിശീലിച്ചു. കോപം നിയന്ത്രിക്കാനും പരിദോഷണം നുണ പറയുന്നതും ഒഴിവാക്കാനും നാം ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ എല്ലാ നിലക്കും നമ്മുടെ വാക്കുകളിലും പ്രവർത്തികളിലും എല്ലാം മാന്യത പുലർത്താൻ നമ്മൾ നമ്മെ പ്രാപ്തരാക്കി. ഈ 1 മാസക്കാലം കൊണ്ട് നാം ചെയ്ത എല്ലാ കാര്യങ്ങളും തുറന്ന് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ റമദാൻ അർത്ഥവത്താകുന്നത്. അപ്പോഴാണ് നമ്മൾ വിജയികളാകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന മുത്തഫഖുൻ അലൈഹി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം അത് കുറവാണെങ്കിലും പതിവായി ചെയ്യുന്നതാണ്. റമദാൻ ഒരു ട്രെയിനിങ് പീരിയഡാണ്. ഈ 1 മാസത്തിലെല്ലാം ചെയ്ത എല്ലാ കാര്യങ്ങളും തുറന്നുള്ള 11 മാസങ്ങളിലും നാം തുറന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ റമദാൻ അർത്ഥപൂർണമാകുന്നത്. ഈ 1 മാസത്തിൽ നാം ചെയ്ത എല്ലാ നന്മകളും അള്ളാഹു അതുപോലെ തന്നെ തുറന്ന് ചെയ്യുന്നതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.